കിരൺകുമാർ ഇല്ലാതെ എന്റെ കല്യാണം നടക്കത്തില്ല. അതാണ് വലിയ കാര്യം. മേടിച്ചോണ്ട് പോടാ. ഒന്നാമത്തെ പോത്താണ്ട മേടിച്ചോണ്ട് പോ. കൊണ്ടുപോയി അലുവാക്കട്ടകളൊക്കെ പോത്ത്. കഷ്ടപ്പെട്ട പൈസക്ക് ഇഷ്ടപ്പെട്ട പോത്ത് മേടിക്കടാ. ഈ പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കിയല്ല. ഈ പുള്ളിക്കാരൻ ചോദിക്കാം ഇവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഈ പുള്ളിക്കാരനോട് ചോദിക്കാം. ഇവിടെ ഒരാള് നിപ്പില്ലായിരുന്നു നേരത്തെ. അതെ, അതാണെന്ന് തോന്നുന്നു സ്വാമി. അല്ലല്ല, ഞാനാണ് സ്വാമി. ആര് പറഞ്ഞു? ഒറ്റയടിക്ക് അപ്രത്യക്ഷ പുള്ളി. അപ്പൊ പുള്ളിയാ സ്വാമി. അത് സംബന്ധിച്ചത് ഞാനാണ് സ്വാമി. എന്നാൽ ഇവിടെ നിന്ന് ആളിത് എങ്ങോട്ട് പോയെന്നാണ്? അത് മേടിച്ചോണ്ട് പോടാ. പോത്ത് മേടിച്ചോണ്ട് പോ. നമ്മളെ പോത്തല്ലേ കൊള്ളാം. മേടിച്ചോണ്ട് പോ. പറഞ്ഞാ കേൾക്കാതെ പോത്തൊന്നും അല്ല. മേടിച്ചോണ്ട് പോ. കുട്ടനാട്ടിൽ നിന്ന് വരുവാ. ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാണ് അത് പറയുന്നത്. ആയിക്കോട്ടെ, കുട്ടനാട്ടിൽ നിന്ന് വന്നോട്ടെ. എന്താ കാര്യം? അല്ല, കുട്ടനാട്ടിൽ നിന്ന് വരുവാന്ന് പറയൂ. കുട്ടനാട്ടിൽ നിന്നാണോ? അതെ അതെ. കുട്ടനാട്ടിലെവിടെ? തകഴിയിലെവിടെ? പടകാരത്തെ. നമ്മൾ ദേവീ ക്ഷേത്രം തൊട്ട് പിറക്കിലാണ് ഇവർ താമസിക്കുന്നത്. മൂന്നാമത്തെ വീടാണ് ഇവർ വീട്. എന്ന് പിടിച്ചു അത് വന്നോളിഞ്ഞ് എന്റെ കൂടെ സ്വാമി പോയി. അത് വന്നോളൂ. അത് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ. തകഴിയൊക്കെ അറിയാം. തകഴിയിൽ അവിടെ നമ്മുടെ ഒരു പരിചയമുള്ള ഒരു വീടുണ്ട്. പിന്നെ തകഴിയിലെവിടെ? നമ്മുടെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു വീടാണ്. അറിയാം. ഇടക്കിടക്ക് വന്നിട്ട് കൊടി കാണിച്ചിട്ട് അകത്തോട്ട് കയറിപ്പോവും. എനിക്കറിയാം, മാമനാണ്. അയ്യോ, അത് ഗേറ്റ് കീപ്പർ ആണ്. അതല്ല. പിന്നല്ല, അതിന്റെ പിറകുവശത്ത് ഒരു വീടുണ്ട്. അതേത് വീട്? പിറകുവശത്ത് നമ്മുടെ ആശ ചേച്ചി, തയ്യലൊക്കെ ഉള്ള ആശ ചേച്ചി. എന്റെ മാമിയാണോ? ഭയങ്കര സ്നേഹമാണ് ആശ ചേച്ചി. ജീവനാണ് എനിക്ക് ആശ ചേച്ചി. നേരത്തെ അറിയാവോ? എന്റെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എപ്പോഴും ചിരിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള. ആശ മാമി അറിയാവുന്ന സ്ഥിതിക്ക് മാമനെ അറിയായിരിക്കുമല്ലോ. എന്തിനറിയണം? അതിന്റെ ആവശ്യം എന്തോന്നും? അല്ല, എനിക്ക് അവരുടെ ആ സ്നേഹമുണ്ട്. അതുകൊണ്ട് മാമൻ അറിയേണ്ട കാര്യം എന്തോ? അല്ല, ആശമാമിനെ എങ്ങനെ അറിയാം? ഒരു പ്രാവശ്യം ഞാൻ കണ്ടതേ ഉള്ളൂ. അത് മറക്കൂല എന്റെ ജീവിതം. അത്ര നല്ല സ്നേഹമുള്ള ചേച്ചി. ഇപ്പൊ മറ്റേ പഞ്ചായത്തിൽ നിന്ന് മികച്ച അവാർഡൊക്കെ കിട്ടുന്നുണ്ട് മാമിക്ക്. മറ്റേ തയ്യക്കാരിക്കുള്ള അവാർഡ്. നല്ല സ്വഭാവം. മാമൻ അറിഞ്ഞൂടാ. മാമന് എന്തിനാ അറിയണം? അവനറിയേണ്ട കാര്യം തോന്നും. അവൻ അറിയേണ്ട കാര്യം തോന്നി. എവിടെ പോയതാണ്? നല്ല വേല തന്നെ ആശാരം നിങ്ങൾ കാണാൻ. എന്താ വേല? നിങ്ങൾ ആ പോത്തിന്റെ കയറി എന്നെ വലിച്ചെടുത്തോണ്ട് പോയി. ഇവിടെ മൊത്തം കീഴർന്നല്ലേ ഉണ്ടല്ലേ, കൃഷി ഉണ്ടല്ലേ? നേരെ നടന്നാ കാണാൻ പറ്റുമായിരുന്നാ? ഇല്ല. ഇങ്ങനെ പോയാലേ അതൊക്കെ കാണാൻ പറ്റും. എന്നാ ചെറുക്കായി എന്നാ പോത്ത് വലിച്ചെടുത്തോണ്ട് പോയടാ. നിങ്ങൾക്ക് മാതർന്ന് പറയാൻ പറ്റുന്ന പോത്തിന്റെ ഇടയ്ക്ക് പുറകിൽ ആളുണ്ടെന്നുള്ളത്. ഞാൻ ആരാണ്? സ്വാമി. ഞാൻ പറയുന്നത് എന്തിനാണ്? വേദം. പോത്തിനോട് വേദം പോയിട്ട് വല്ല കാര്യം അതങ്ങനെ സംസാരിക്കും. അതെ, പുള്ളിയോട് ചോദിച്ചോ. അതെ, ഈ പോത്തിനൊക്കെ എങ്ങനെയാ മാഷേ വില? മാഷോ? നീ കമ്പിരിക്കുന്നുണ്ടാണോ എന്തോ? വേണ്ട. അല്ല, വില പറഞ്ഞില്ല. അല്ല, നിങ്ങളൊരു വില പറ. നിങ്ങളൊരു വില പറ. നമ്മള് വില പറയാന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള ഒന്നുമില്ല. നിങ്ങൾ പറ വില. അത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. കച്ചവടം നടന്നാൽ വില പറ. അല്ല, നിങ്ങളെ മുതൽ നിങ്ങളല്ലേ വില പറയേണ്ടത്. നമുക്ക് അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ല. അല്ല, നമ്മൾ പറയേണ്ട കാര്യം നിങ്ങളല്ലേ വില പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾ വില പറ. ആശ ചേച്ചി വിളിക്കുന്നു. അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചു. കട്ടായിപ്പോ വില പറ. വില പറടാ. അല്ല, ഞാൻ പറയാം. ഇതിന്റെ വില പറഞ്ഞ 1200 രൂപ. പിടിച്ചോ. അല്ല, ഇതിന്റെ അറ്റത്ത് പോത്തില്ല. 1200 രൂപയ്ക്ക് കയറേ ഉള്ളു. പോത്തുള്ള വേണോ? കയറ് വേണോ? 25,000 രൂപ. ദാ നിക്കുന്ന നിപ്പ് വേണ്ട. കരിമ്പൻ പോത്താണ്. 25,000 രൂപ വേണോ? അല്ല, അത് മേടിച്ചോ. അല്ല, ഞാൻ സത്യസന്ധമായിട്ട് എന്റെ കാര്യം ഞാൻ പറയാം. പോത്തല്ല വേണ്ട. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് കിരൺകുമാറിനെയാണ് വേണ്ടത്. ഇവിടെ ഹിന്ദി നടന്മാരൊന്നുമില്ല. ഇത് പോത്ത് മാത്രമേ ഉള്ളൂ. ഹിന്ദി നടനല്ലേ? പിന്നെ അതായത് വീട്ടില് എന്റെ അച്ഛൻ ഒരു പോത്തിനെ കൊണ്ടുവന്നായിരുന്നു. ആ പോത്തിന്റെ പേരാണ് കിരൺകുമാർ. എന്റെ പേര് ചിപ്പു. അങ്ങനെ വീട്ടിൽ പോത്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഭയങ്കര ശല്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആ പോത്തിനെ ഒരു ഇറച്ചിക്കാരനും കൊടുത്ത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്റെ കല്യാണം നടക്കുന്നില്ല. അങ്ങനെ ഈ സ്വാമിയെ വിളിച്ചു ചോദിച്ചപ്പോ സ്വാമിയാണ് പറഞ്ഞത് പോത്ത് ശാപമാണെന്ന് എനിക്ക്. അതുകൊണ്ട് പോയ കിരൺകുമാറിനെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വരിക. അഥവാ കിരൺകുമാർ ഇല്ലെങ്കിൽ അവന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പോത്ത് കുട്ടിയെ കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം.
എത്ര രൂപയുടെ ബാധ്യത ഉണ്ട്? കടമായിട്ട് എത്ര രൂപ ഉണ്ട്? അണ്ണാച്ചിക്ക് പലിശക്ക് എടുത്തിട്ട് കുറെ പൈസ ഉണ്ട്, 19,000 ഉണ്ട്. എന്നും വീട്ടിൽ വരും കുറെ അണ്ണാച്ചി വരുന്ന പൈസ. അതന്നെ, ഇല്ലെങ്കിൽ ഇത്തരം കണ്ടന്റ് പറയൂല. അല്ലെങ്കിൽ ആരെങ്കിലും പറയണ കാര്യമാണ് ഇന്നത്തെ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കോ? അത് തന്നെയല്ല, ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ 1001 പോത്തുകളുടെ കാല് തൊട്ട് വന്നിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. മക്കളൊക്കെ കൊച്ചുകുട്ടികൾ 4 പേരുണ്ട്, പൊടി പിള്ളേരാ. നഗ്ഗിക്കൊക്കെ എന്താ വില? നമ്മളത് അല്ലേ, അതതിൻ്റെതായ റൂട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റും. നടക്കട്ടെ. അതുകൊണ്ട് എന്റെ കിരൺകുമാർ ഇവിടെ എവിടെയെങ്കിലും അല്ല, ഈ കിരൺകുമാറിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാലേ നമുക്ക് ഈ പുള്ളിയുടെ എന്തെങ്കിലും അടയാളമുണ്ടോ? അടയാളമുണ്ട്, ഇടിയ അടയാളമുണ്ട്. എന്നാ പറഞ്ഞോട്. വാലിന്റെ തൊട്ടറ്റത്ത് ഒരു കറുത്ത പുള്ളിയുണ്ട്. കാരണം നിക്കണെല്ലാം വെളുത്ത പോത്തായോണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് അങ്ങനെയാണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? അതല്ലാതെ വേറെ അടയാളം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. അച്ഛനാണ് കൊടുത്തത്. അച്ഛനെ വിളിച്ചോ? അച്ഛനെ വിളിച്ചു ചോദിക്ക് അച്ഛനോട്. അച്ഛോ, അച്ഛ ഈ കിരൺകുമാറിന് ആർക്കാ കൊടുത്തതെന്നൊന്ന് പറയച്ചാ. എത്ര നേരമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ തെരഞ്ഞു നടക്കുമെന്ന് അറിയാവോ? ഒന്ന് പറ. സോമന. സോമൻ എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കും ഭാഗത്തുള്ളതാണ്, അതാ വടക്കും ഭാഗത്തുള്ള സോമൻ? തെക്കും ഭാഗത്ത് വടക്കും അത് രണ്ടും അല്ലെന്ന്. തെക്കും ഭാഗത്തും അല്ല വടക്കും ഭാഗത്തും അല്ല. അപ്പൊ ഞാൻ നോക്കട്ടെ. സോമൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരാ തിരുമേനി അല്ലല്ല, ആ സോമനാണോ? അല്ലല്ല, ഇത് സംഭവം പലചരക്ക് കട നടത്തുന്ന സോമനില്ലേ? പലചരക്ക് നടത്തുന്ന സോമനാണെങ്കിൽ എന്റെ ദിവ്യ ദൃഷ്ടിയിൽ ഞാൻ നോക്കണം. ദിവ്യ ദൃഷ്ടിയിൽ നോക്കണം. ആ സോമന്റെ വീടിന്റെ പിറക്ക കിരൺകുമാർ കാടിവെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. സോമനല്ലേ കൊടുത്തത്? അല്ലേ? പിന്നെ ഓ, മധുവിനാണല്ലേ? ഈ മധു എന്ന് പറഞ്ഞാൽ ബാബുവിന്റെ അനിയനാണ്. ബാബുവിന്റെ അനിയനല്ലേ? അല്ല, അപ്പൊ ബാബുവിന്റെ അനിയൻ അല്ലെങ്കിൽ ഈ മധു ഇപ്പൊ അങ്ങനെയാണെങ്കിലും മധു എന്ന് പറഞ്ഞാൽ ഈ പൂട്ടിക്കിടക്കുന്ന അമ്പലം തുറക്കണം പറയുന്ന പൂട്ടിക്കിടക്കുന്ന അമ്പലം തുറക്കണം ആ മധുവാണ്. അല്ലല്ല, ആ മധുവല്ല, മീൻ കച്ചവടം നടത്തുന്ന മധു. മീൻ കച്ചവടം അങ്ങനെ പറയട്ടെ. മീൻ കച്ചവടം നടത്തുന്ന മധു ആണെങ്കിൽ മധുവിന്റെ വീട്ടില് തുളസിത്തറ അത് കഴിഞ്ഞിട്ട് ബാക്കിന് ആ കുളിമുറിയുടെ ബാക്ക് സൈഡിൽ ആ കൊച്ചുങ്ങളെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കിരൺ ബാബു. മധുവിനും അല്ലേ കൊടുത്തത്? ചേട്ടാ, ഇത് അച്ഛൻ ഇത് ഏതെങ്കിലും ഒന്ന് പറയണ്ട. ഇത് കുഞ്ചനാണോ കൊടുത്തത്? കുഞ്ചൻ എനിക്കറിയാം. കുഞ്ചൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞോണ്ടിരിക്കാനേ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ കുഞ്ചന്റെ നിന്റെ അച്ഛന് സ്ഥിരതയില്ലേടാ, അത് വ്യവസ്ഥയില്ലാത്തൊരു മനുഷ്യനാണ്. ഇത്രയും പേര് മാറ്റി മാറ്റി പറയാം. അവന്റെ അച്ഛൻ ഓരോരുത്തരും സ്വാമനും കൊടുത്ത് മധുവിനും കൊടുത്ത് എന്നിട്ട് കള്ളം പറഞ്ഞ അയാള്. അച്ഛൻ കള്ളം പറഞ്ഞൊന്നുമില്ല. അച്ഛൻ എന്താ കള്ളം പറഞ്ഞാ പറയണത്? ആര് പറഞ്ഞു? അച്ഛൻ മാത്രമല്ല കള്ളത്തരം. പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്ന കണ്ട് ദിവ്യ ദൃഷ്ടിയാൽ ഇവിടെ നിൽക്കുന്ന കണ്ട് നിങ്ങൾ ഭാഗത്തോണ്ട് തെറ്റ്. ഇതേ കള്ളനാണ്. ഈ പുള്ളി കള്ളത്തരല്ലേ? എന്താ പറഞ്ഞ കള്ളനെന്നാ? അങ്ങനെ പറയരുത്. 10 കൈ കടി കടിക്ക്, 10 കൈ കടിക്ക്. തെറ്റുപറ്റിയതാണ്, കടിക്ക്. തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണം. ഇതെന്തിന്റെ കടി? ക്രിമിയടി. അതെ, ഈ നിൽക്കുന്ന ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് വർത്താനം പറഞ്ഞത്. ആരാ?